നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 29 അതായത് 2026 മാർച്ച് മാസം 13 വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:39 അസ്തമയം വൈകിട്ട് 6:32 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു, കൃഷ്ണപക്ഷ ദശമി. തിഥി വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നാൾ കഴിഞ്ഞാൽ അമാവാസി കറുത്ത വാവ് വരും. ചന്ദ്രൻ വളരെ ദുർബലമാണ്. ചന്ദ്രൻ ഏതിൻ്റെയൊക്കെ കാരകനാണ് എന്ന് നിങ്ങളറിയണം. ഏതെല്ലാം ഭാവങ്ങളുടെ മനോമാതൃകാരകവും ചന്ദ്രമാഹ. ചന്ദ്രൻ മനസ്സിൻ്റെയും അമ്മയുടെയും കാരകനാകുന്നു. ചന്ദ്രൻ പലപ്പോഴും ദുർബലമാകുമ്പോഴാണ് മാതാവിൻ്റെ രോഗാതി അരിഷ്ടതകൾ വരിക. അപ്രകാരം തന്നെ ചന്ദ്രൻ ദുർബലമാകുമ്പോൾ മാനസികമായ സംഘർഷങ്ങൾ ഒരു വ്യക്തി വളരെ അനുഭവിക്കേണ്ടിയും വരുന്നു. നാളത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത വെള്ളിയാഴ്ച പൂരാടം. ഇത് ദേവി പ്രാധാന്യമുള്ള നക്ഷത്രവും ദിനവുമാണ്. ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവ ഭഗനന്ദന. അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയും യക്ഷിയെയും ചിന്തിക്കേണ്ടത്. ഭദ്രകാളി വിധാനമായ ക്ഷേത്രങ്ങളെയും കാവുകളെയും ഒക്കെ ശുക്രനെ കൊണ്ട് ചിന്തിക്കാറുണ്ട്. അതിനാൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദേവീക്ഷേത്ര ദർശനം, അവിടെ ദേവീ പൂജ വളരെ നന്നായി ചെയ്യാവുന്നതാണ്. അല്ലാതെ പൂരാട നക്ഷത്രത്തിന് ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാറില്ല. നല്ലൊരു കർമ്മങ്ങൾക്കൊന്നും നാളത്തെ ദിനം ഒരു തരത്തിലും അനുവദനീയമല്ല. ശുക്രൻ വാങ്ങാനും കൊടുക്കാനും പെടുന്ന നക്ഷത്രമാണ്. പൂരാട നക്ഷത്രത്തിൻ്റെ ഭൂതം ജലഭൂതമാണ്. പലപ്പോഴും പൂരാട നക്ഷത്രക്കാർ ജലവുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളിൽ നല്ല ഉയർച്ചയുണ്ടാകും. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ശുഭമുഹൂർത്തങ്ങളൊന്നും നൽകുന്നില്ല. നാളെ നന്നായി ഭജിക്കാം ദേവിയെ. പ്രത്യേകിച്ച് ഭദ്രകാളി മൂലമന്ത്രം ജപിക്കുന്നത് വളരെ ഗുണമാണ്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ. ഇതാകുന്നു ഭദ്രകാളിയുടെ മൂലമന്ത്രം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.